ഹായ് സുഹൃത്തുക്കളെ, സുഖമാണല്ലോ. ഞാനിന്ന് പറയുന്നത് ഒരു സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂ ആണ്. മറ്റാരെയും പറ്റിയല്ല. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അലയടിച്ചിരിക്കുന്ന, ഏറ്റവും മഹത്വവൽക്കരിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനായ കലാകാരനെ പറ്റിയാണ്. നമ്മുടെ വേടൻ. താളാത്മകമായ സ്റ്റെപ്സിലൂടെയും അതുപോലെയുള്ള പാട്ടുകളിലൂടെയും എല്ലാ ചെറുപ്പക്കാരുടെയും മനം കവർന്ന, അത് ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റില്ല, പ്രായഭേദമന്യേ എല്ലാവരുടെയും മനം കവർന്ന വേടനെ പറ്റിയാണ്. വേടനെതിരെ ഇപ്പോൾ ഒരു ആസൂത്രിതമായ ബലാത്സംഗ കേസ് നിലവിലുണ്ട്. ആ പെൺകുട്ടി ഒരു ഡോക്ടറാണ്. അതും PGക്ക് പഠിക്കുന്ന, കോഴിക്കോട് മെഡിക്കൽ കോളേജ് PGക്ക് പഠിക്കുന്ന ഒരു ഡോക്ടർ. അവർ ഇൻസ്റ്റാഗ്രാമിലൂടെ വേടനെ പരിചയപ്പെടുന്നു, നമ്പർ വാങ്ങിക്കുന്നു, സൗഹൃദമുണ്ടാക്കുന്നു. എന്നിട്ട് കലൂരിലുള്ള അവരുടെ വീട്ടിലേക്ക്, ഡാഡി മമ്മി വീട്ടിലില്ല ആ സമയത്ത് വേടനെ വിളിച്ചു വരുത്തുന്നു. അവിടെ വെച്ച് വേടൻ കിസ് ചെയ്തപ്പോൾ അയ്യോ പാവം, അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് സെക്ഷൽ ഇൻ്റർകോഴ്സിലേക്ക് പോയി. വേടൻ ആരെയും റോഡിൽ നിന്നും തൂക്കിയെടുത്ത് കാറിലിട്ട് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തില്ല. വേടനോട് സ്നേഹം, പ്രേമം പ്രകടിപ്പിച്ചപ്പോൾ അത് സാധാരണ രീതിയിൽ ഒരു ആണിന്, പോളിഗ്യാമസ് ആണ്, അവന് ഒന്നിലധികം ആൾക്കാരോട് ചിലപ്പോൾ താല്പര്യം തോന്നാം. ഒരാരാധിയെ വളരെയധികം പ്രേമം പ്രകടിപ്പിക്കുമ്പോൾ പ്രണയത്തിലൂടെ ഉള്ള ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് ആയിരുന്നു, ലൈംഗിക ബന്ധമായിരുന്നു. അതിന് നമുക്ക് എങ്ങനെയാണ് ബലാത്സംഗം എന്ന് പറയാൻ പറ്റുക? 2021 മുതൽ 2023 വരെ 5 തവണ വേടൻ ബലാത്സംഗം ചെയ്തുവെന്നും അതിനിടയ്ക്ക് വളരെ ബ്രൂട്ടലായി, മൃഗീയമായി ചെയ്തുവെന്നും അങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടായി എന്നും ഒക്കെ ആ ഡോക്ടർ പറയുന്നു. സാധാരണമാണ്. അസാധാരണമായ രീതിയിലുള്ള പെർവേർട്ടഡ് ആയിട്ടുള്ള ചില സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ബ്ലീഡിംഗ് ഉണ്ടാവാം. പക്ഷേ ആ സമയമൊക്കെ അവരുടെ വാ മിണ്ടാതിരുന്നോ, വാ മൂടിക്കെട്ടിയിരുന്നോ? അവരുടെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ അവർക്ക് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ അവരുടെ സുഹൃത്തുക്കളെ വിളിച്ചറിയിക്കുകയോ അങ്ങനെ അവരുടെ സഹായം തേടുകയോ ചെയ്യാമായിരുന്നില്ലേ? ഇത് ആസൂത്രിതമാണ്. വേടനെ കരിവാരിത്തേക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇവിടെ നടന്നത്. ഞങ്ങളെല്ലാവരും വേടനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഇവിടെ ഏജോ, ജെൻഡറോ, ജാതിയോ, മതമോ അതോ രാഷ്ട്രീയമോ അതൊന്നുമില്ല. എല്ലാവരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഫുൾ സപ്പോർട്ട്, 100% സപ്പോർട്ട് വേടനുണ്ട്. ഇവിടെ വേടനെ ഇപ്പോൾ പല മാധ്യമങ്ങളും വേടൻ എന്ന് പറയാതെ രാഹുൽ മുരളി എന്നുള്ളൊരു പേരിലാണ് വിളിക്കുന്നത്. വേടൻ OBC വിഭാഗത്തിൽപ്പെട്ട ആളാണ്. എന്നാലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വേദനകളാണ് വേടൻ്റെ പാട്ടിലൂടെ വെളിയിൽ വരുന്നത്. അതിനൊത്ത നൃത്തച്ചുവടുകൾ വയ്ക്കുമ്പോൾ വേടൻ മഹത്തായ ഒരു കലാകാരനായിട്ട് മാറുന്നു. ആർക്കും ആകർഷണം തോന്നാം, ചെറുപ്പക്കാർക്കും. അതാണല്ലോ ആ മിഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പോലും ഒത്തിരി സ്ത്രീകൾ, ഒത്തിരി പെൺകുട്ടികൾ ഇവിടെ തിരുവനന്തപുരത്ത് വേടനെ കാണണം, വേടനെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ബഹളം വെച്ചത്. അപ്പോൾ വേടൻ അവരുടെ മനസ്സിൽ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു. പല പെൺകുട്ടികളും വേടനെ പ്രണയിക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ളൊരു സമയത്താണ് ഈ പെൺകുട്ടി, ഈ ഡോക്ടർ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും അവർ പറയുന്നത് 2021-നും 2023-നും ഇടയ്ക്ക് 5 തവണ അവരെ മൃഗീയമായി ബലാത്സംഗം ചെയ്തു എന്നാണ്. എന്താണ് ഇതിനർത്ഥം? റോഡിൽ കൂടെ നടന്നു പോകുന്ന ഡോക്ടറെ വേടൻ തൂക്കിയെടുത്ത് കാറിലിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തോ? ഇല്ലല്ലോ. കലൂരിലുള്ള ഒരു വീട്ടിൽ അവർ വിളിച്ചു വരുത്തിയതല്ലേ വേടനെ. അപ്പോൾ ചുംബിക്കാൻ വയ്യ. അയ്യോ പാവം, ഡോക്ടർ പാവം. ഭയങ്കര ദൂരെ നിന്നുള്ള പ്രണയമേ അവർക്ക് പറ്റുള്ളൂ. പിന്നീട് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. എങ്ങനെ ഒരു ഫോഴ്സ്ഫുള്ളായിട്ട് ഒരാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വന്നാൽ, അല്ലെങ്കിൽ ഒരു റേപ്പിസ്റ്റ് വന്ന് റേപ്പ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്ക് വിളിച്ചു കൂവാം, ഇല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കാം. അങ്ങനെയൊന്നുമില്ല. അത് കുട്ടിയും ആസ്വദിച്ചു. ഒരു മഹാനായ കലാകാരനല്ലേ, അയാളുടെ ആരാധികയാണല്ലോ. അതിന് നമുക്ക് റേപ്പ് എന്നുള്ള വേർഡ് അവിടെ ഉപയോഗിക്കരുത്. ബലാത്സംഗം അല്ല. പിന്നെയും പല പ്രാവശ്യം കൊച്ചിയിലുള്ള ഫ്ലാറ്റിൽ വെച്ചും അതുപോലുള്ള ഏലൂരിലെ ഒരു വീട്ടിൽ വെച്ചും വേടൻ അവരെ ബലാത്സംഗം ചെയ്യുന്നു എന്ന് പറയുന്നു. ഒരു പ്രാവശ്യം മൃഗീയമായി ബലാത്സംഗം ചെയ്തത്രേ. പാവം. ഇതൊക്കെ സഹിച്ച പാവം ഡോക്ടറെ എന്ത് പറയാം. 2023 ആയപ്പോൾ വേടന് മനസ്സിലായി, ഇവൾ എൻ്റെ കരിയറിൽ ഒരു ബ്ലോക്കേജ്, ഒബ്സ്റ്റക്കിളായിട്ട് മാറും, തടസ്സമായിട്ട് മാറും. ഇവൾ പൊസസീവാണ്. അപ്പോൾ വേടൻ സ്വയം ഒഴിഞ്ഞു. ഇവിടെ അവൾ പറയുന്ന എക്സ്പ്ലനേഷൻ അവളുടെ കൂട്ടുകാരിയെ കൂടെ വേടന് നൽകണം എന്നാണ്.
വേടന് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നാണ്. അത് ഒരു കാര്യമുണ്ടല്ലോ, ഒരു നല്ല കലാകാരൻ, അറിയപ്പെടുന്ന കലാകാരൻ്റെ പുറകെ ആരാധികമാർ പോകും. ചിലപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യും. ചില ആരാധികമാർ അവർ വീട്ടിൽ വളർത്തിയ ആ സ്ഥിതി അനുസരിച്ചായിരിക്കും പല പെൺകുട്ടികളും പെരുമാറുന്നത്. ഈ അൾട്രാ മോഡേൺ യുഗത്തിൽ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ന് പറയുന്നത് വളരെ ഈ ഐ ടി ഒരു ഫീൽഡ് പറയേണ്ട കാര്യമില്ല. പല പെൺകുട്ടികൾക്കും അതൊരു വലിയ കാര്യമൊന്നുമല്ല. അവർ അങ്ങനെയുള്ളൊരു കലാകാരൻ്റെ കൂടെ പോയി അതിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്തതിന് ശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, ഇപ്പോൾ 2025 ഇപ്പോഴാണ് അവരെ ഒരു കേസ് കൊടുത്തത്. തൃക്കാക്കര പോലീസ് അവർക്ക് FIR ഇടുകയും അങ്ങനെ കേസ് എടുക്കുകയും ചെയ്തു. ഹൈക്കോടതിയിൽ കേസ് പോയിരിക്കുകയാണ്. വേടന് ഇവിടെ രക്ഷപ്പെടാനായിട്ടൊരു കാര്യമുണ്ട്. വേടനും ആ സ്ത്രീയും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൻ്റെ ഓഡിയോ ക്ലിപ്പ് വേടൻ്റെ കയ്യിലുണ്ട്. ആ ക്ലിപ്പ് കാണിച്ച് രക്ഷപ്പെടാം, അതിലെല്ലാ കാര്യങ്ങളുമുണ്ട് എന്നാണ് വേടൻ പറയുന്നത്. നോക്കൂ, ഒരു മഹത്തായ കലാകാരനെ നിങ്ങൾ താഴേക്ക് വലിച്ചിടരുത്. കലാകാരന്മാരാകുമ്പോൾ ചില വീക്ക്നെസ്സുകളൊക്കെ കാണും. നമുക്കറിയാം, പല ഫിലിം ആക്ടേഴ്സും ആൽക്കഹോളിനും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും വിധേയരായി നശിച്ചുപോയ കാര്യം. പക്ഷേ ഇവിടെ വേടനും പിടിക്കപ്പെട്ടിട്ടുണ്ട്, കഞ്ചാവ് കേസിലും മറ്റും. പക്ഷേ വേടൻ അവിടെ പശ്ചാത്തപിക്കുകയും മക്കളെ നിങ്ങൾ എൻ്റെ പാത പിന്തുടരരുത് എന്ന് പറഞ്ഞ് കുട്ടികളെ അവബോധനം ചെയ്യുകയും ചെയ്തു. അതാണ് വേടൻ്റെ മഹത്വം. പിന്നെ നോക്കൂ, പുലിനഖം. വേടൻ കാട്ടിപ്പോയോ? പുലിമുരുകനെ പോലെ കാട്ടിൽ പോയി പുലിയെ കൊന്ന് ഒരു പുലിനഖമൊക്കെ എടുത്ത് കഴുത്തിലിടാനുള്ള കഴിവൊക്കെ വേടനുണ്ടോ? ഇല്ല. ആരോ ഏതോ രാജ്യത്ത് പോയി കൺസൾട്ട് നടത്തിയ സമയത്ത് കൊടുത്ത ഒരു ഉപഹാരമായിരിക്കും, അതായിരിക്കും കഴുത്തിലിട്ടത്. വേറെ പലരും അത് ഇട്ടിട്ടുണ്ടല്ലോ. അവർക്കാർക്കും എതിരെ ചെയ്യാത്ത ഒരു അപരാധം എന്താണ് ഇവിടെ വേടന് മാത്രം ആപ്ലിക്കബിളാകുന്നത്? വേടൻ ദളിതർക്ക് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ടാണോ? നിങ്ങളൊരു കാര്യം അറിയുക, ഇവിടുത്തെ നമ്മുടെ പ്രസിഡൻറ്റ്, ഇന്ത്യൻ നാഷണൽ പ്രസിഡൻറ്റ്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ പ്രസിഡൻറ്റ് ദ്രൗപദി മുർമു ഒരു ആദിവാസി സ്ത്രീയാണ്. അതുപോലെ തന്നെ താണുജാതിയിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും. പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയും OBCയിൽപ്പെട്ട ആളാണ്. ഇനി ഇവർ അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാവരും ഇപ്പോൾ ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ അധികം പാർശ്വവൽക്കരണമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൽ അവർക്ക് ജോലി സാധ്യതയോ ഒന്നും കുറയുന്നില്ല. അവർക്കാണ് ടോപ്പ് മോസ്റ്റ് ജോലിയിൽ പറ്റുന്നത്. പക്ഷേ ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമുണ്ട്, അതായത് ആദിവാസികൾ. അവർക്ക് അവരുടെ റൈറ്റ്സിന് വേണ്ടി കൂടി വേടൻ ഇനി ശബ്ദിക്കണം. അട്ടപ്പാടിയിലെ മരണങ്ങളും അതുപോലെ തന്നെ ആദിവാസി ഊരുകളിൽ നടക്കുന്ന ചൂഷണങ്ങളും അതിനെ മുൻനിർത്തി പാട്ടുകൾ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് സ്റ്റെപ്സ് വയ്ക്കുകയും ചെയ്യുകയാണ് ഇനി വേടൻ ചെയ്യേണ്ടത്. ഞങ്ങളെല്ലാവരും, ഞാൻ സംസാരിച്ച എല്ലാ ആൾക്കാരും, സ്ത്രീജനങ്ങളും പുരുഷന്മാരും അതുപോലെ തന്നെ കുട്ടികൾ, കൗമാരത്തിലും മറ്റുള്ള കുട്ടികളും യുവാക്കളും എല്ലാം വേടനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇതൊരു ബലാത്സംഗ കേസേ അല്ല, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോടെ പരസ്പര ധാരണയോടെയുള്ള ലൈംഗിക ബന്ധമാണ്. ഇവിടെ അവർക്ക് വേദന വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ, കാരണം വളരെ മെയ്വഴക്കമുള്ള ഒരാളാണ് വേടൻ. അയാൾ പല പൊസിഷൻസ് അവലംബിച്ചിട്ടാവാം, അതിവർക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാകില്ല. പിന്നെ ടോക്സിക്കാണ് അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ് 2023 വേടൻ ഒഴിവാക്കിയപ്പോൾ അവർക്ക് ഡിപ്രഷനിലേക്ക് പോയിരിക്കാം. അയ്യോ, ഇത്രയും വലിയൊരു കലാകാരൻ എന്നെ ഒഴിവാക്കി. അതവരിൽ ആ ഡിപ്രഷനോടൊപ്പം തന്നെ ഒരു ഗ്രഡ്ജ്, ഒരു ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും എല്ലാം ഉണ്ടായിരിക്കും. അതിൽ കൂടി ചില ഒരു പ്രത്യേക രാഷ്ട്രീയക്കാർ കൂടി അതിലിടപെട്ട് വന്നപ്പോൾ അവർ അത് ഒരു കേസ് കൊടുക്കുകയും അത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട്, അപ്പോഴല്ല ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അവർ കേസ് കൊടുക്കുകയും അങ്ങനെ അതിങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതിനേക്കാൾ പടിപ്പടിയായി ഉയർന്ന് നിങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടേണ്ട ഒരാളാണ്. നിങ്ങളെപ്പറ്റിയുള്ള ഒരു സ്റ്റഡി, മൈക്കിൾ ജാക്സൻ്റെ സ്റ്റഡിയും
മൈക്കൽ ജാക്സൻ്റെ ഒരു നൃത്തശൈലിയുമായിട്ട്, പോപ്പ് സംഗീതത്തിൻ്റെ ഒരു നൃത്തശൈലിയുമായിട്ട് ചേർത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സിലബസ് ആയിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നു. അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. പക്ഷേ വളർന്നു വരുന്ന കലാകാരന്മാരെ ഞെട്ടൊടിച്ച് താഴെയിടുന്ന ഈ പ്രവണത സ്ത്രീകളായാലും ആരായാലും ഒഴിവാക്കണം. നിങ്ങൾക്ക് കാമം തോന്നി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അവസാനം അയാൾ വിട്ടിട്ട് പോകുമ്പോൾ, ബ്രേക്കപ്പ് ആകുമ്പോൾ അയാൾക്ക് മാത്രം എതിരെ എടുത്ത് ഉപയോഗിക്കേണ്ടതല്ല. ഇതിൽ നിങ്ങളും കുറ്റക്കാരിയാണ്. ശിക്ഷിക്കുകയാണെങ്കിൽ രണ്ടുപേരെയും ശിക്ഷിക്കണം. ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ, ഈ തലമുറയിലുള്ള പെൺകുട്ടികൾ, നിങ്ങളുടെ മ്യൂച്വൽ കൺസെൻറ്റോടെ, നിങ്ങളുടെ സമ്മതത്തോടെയുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് പിന്നെ അയാൾ വിവാഹ വാഗ്ദാനം നൽകി എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കള്ളക്കേസുകൾ ഇവിടെ നടക്കില്ല. ബലാത്സംഗം വേറെയാണ്. നമ്മൾ കണ്ടല്ലോ ധർമ്മസ്ഥലയിലെ അസ്ഥികൂടങ്ങളും മറ്റും. അതുപോലെ തന്നെ പല ബലാത്സംഗ കേസുകളും കണ്ടിട്ടുണ്ട്. 90 വയസ്സായ അമ്മൂമ്മയും 2 വയസ്സായ കുഞ്ഞിനെയും ഒക്കെ ബലാത്സംഗം ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ പതിപ്പിക്കൂ. ഇത് ബലാത്സംഗമല്ല, ഇത് പരസ്പര സഹകരണത്തോടെയുള്ള ഒരു ലൈംഗിക ബന്ധമാണ്. പ്രണയത്തിൻ്റെ പേരിലുള്ള ബ്രേക്കപ്പ് ആയപ്പോൾ അവരുടെ എല്ലാ ദേഷ്യവും അസൂയയും എല്ലാം കൂടെ പുറത്തെടുത്ത ഒരു കേസാണിത്. എന്തായാലും വേടന് ജാമ്യം ലഭിക്കട്ടെ. ഈ മാസം 18-ാം തീയതിയാണ് വിധി പറയാനായിട്ട് വച്ചിരിക്കുന്നത്. വേടൻ വിജയിക്കും. വേടനെ കേരളീയരെല്ലാം ഒരുപോലെ ഞങ്ങൾ സപ്പോർട്ടുണ്ട്. കേരളീയർ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിലും വേടൻ അറിയപ്പെടണം. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ വേടൻ ഒരു കാര്യം കൂടെ പറയട്ടെ, മയക്കുമരുന്നും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇനിയെങ്കിലും ചെന്ന് പെടരുത്. ഇങ്ങനെ അടുത്ത് വരുന്ന സ്ത്രീകളെ ഒന്നുകിൽ ഒരു പേപ്പറിൽ എഴുതി സൈൻ ചെയ്തതിന് ശേഷം മാത്രം അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. കാരണം അവരിതുപോലെ ബലാത്സംഗം എന്നുള്ള പേര് പറഞ്ഞു വരാതിരിക്കാൻ വേണ്ടി. ശരി വേടൻ, ഞങ്ങളുടെ സപ്പോർട്ട്.